വെൽ ഡൺ. മാർവലസ്, ഫാന്റാസ്റ്റിക് ആൻഡ് എലാസ്റ്റിക്. വളരെ മനോഹരമായിരുന്നു. കേരളം മഴുവെറിഞ്ഞൊപ്പിച്ച കേരളം. മലമ്പുഴ, ഇടമലയാർ, ഇടുക്കി, പീച്ചി, കുറ്റ്യാടി, വറ്റിവരണ്ട ഡാമുകളുള്ള കേരളം. കോടികൾ കോഴ വാങ്ങി മോടിയായി ജീവിക്കുന്ന രാഷ്ട്രീയക്കാരുടെ നാട്. ഞാൻ ഇപ്പോൾ പാടിയ പാട്ടല്ലേ? അതെ, അപ്പം ഞാനൊന്ന് പറഞ്ഞെന്നുള്ളൂ അവരുടെ അടുത്ത്. ഓക്കെ ശശി, എന്തൊക്കെയായാലും ശശി, ഒരു സംഗീതത്തെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. സംഗീതത്തെക്കുറിച്ച് ശരിക്കും ശശിക്ക് കുറച്ചറിയാമെന്ന് പറഞ്ഞു. കൂടുതലായിട്ട് അറിയണം. സംഗീതം എന്ന് പറഞ്ഞാൽ അഗാധമായൊരു കൊക്കയാണ്. കൊക്ക, കുഴി. ഇതിൽ വീണ് പോയി കഴിഞ്ഞാൽ കയറി വരാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ വീണുപോയ ഒരുപാട് ആളുകളുണ്ട്. യേശുദാസ്, ജയചന്ദ്രൻ, ചിത്ര, എല്ലാവരും ആ കുഴിയിൽ വീണ് കിടക്കുകയാണ്. അവർക്ക് കയറി വന്നിട്ട് ഒരു തട്ടുകട നടത്താൻ പറ്റുമോ? സോൻസോ ഞാൻ പറഞ്ഞു വരുന്നത് സംഗീതത്തിൻ്റെ തട്ടുകട നടത്താൻ പറ്റില്ല. സോ ഈ കൊക്കയെ കുറിച്ചിട്ട് എസ് ജാനകിയമ്മ പാടിയിട്ടുണ്ട്. കൊക്കാമണ്ടി കോനാനിറച്ചി ആർക്ക് വേണം? എനിക്കും വേണ്ട. പിന്നെ ആർക്കുമില്ല. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതുകൊണ്ട് ശശി ഈ ഹിന്ദി ഗാനങ്ങൾ കേൾക്കാറുണ്ടോ? കുറച്ച്. കൂടുതൽ നമ്മൾ കേൾക്കണം. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഹിന്ദി ഗാനങ്ങളിൽ എപ്പോഴും കവികൾ വർണ്ണിക്കുന്നത് ആനകളെ കുറിച്ചിട്ടാണ്. ദിസ് ഈസ് ആനാസ്. എലിഫൻസ് ഓഫ് ദ തൃശ്ശൂർപുരം ഈസ് കൂടൽമാണിക്യം ക്ഷേത്രം ഓഫ് ദ സ്വാൻസോ പെരുമ്പാറുവായ അല്ലപ്പറ. സോ ഞാൻ ഈ പറഞ്ഞു വരുന്നത്, ആനകളെ ആ കവികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനൊരു ഗാനം പാടാം. അപ്പം ആനകളെക്കുറിച്ച് അവർ പാടിയിട്ടുള്ളൊരു ഗാനം ഞാൻ ആലപിക്കാം. തെരെ മെരെ ബീച്ച് മേ, ബീച്ചാണ്, കനാലല്ല. തെരെ മെരെ ബീച്ച് മേ कैसा है ये बंधन അഞ്ചാന ഓർമ്മല്ല, 5 എണ്ണം. ദിസ് ഈസ് ഓഫ് ദ ആനാസ് ഓഫ് ദ പൂരംസ് ഓഫ് ദ വെടിക്കെട്ട്സ്. ഓക്കെ സാർ, ഈ ആനയെ കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ആനയെ കുറിച്ച് പാട്ടുണ്ട്. ആനകളെ? ഓ തീർച്ചയായും പാടിക്കോളൂ ശശി, പാടിക്കോളൂ. ഓക്കെ. തുझे देखा तो ये जाना आसनम. ശരിയായി. അത് ശശി ആനേനെ പുറകെ നോക്കി കണ്ടായിരിക്കും. ദിസ് ഈസ് നോട്ട് ആസൻസ്. ജോനാസനം അല്ല, ജാനാസൻ, ദ സംഗീതം ഓഫ് ദ മെലഡീസ് ഓഫ് ദ മ്യൂസിക് ഓഫ് ദ GCDA കോംപ്ലക്സ്. ഇംഗ്ലീഷ് അല്പം കുറച്ചാൽ നന്നായിരുന്നു. ഓക്കെ, താങ്ക് യു. സോ ഇനി ഞാൻ പറയാൻ വന്നത്, മലയാളത്തിൽ ഒരുപാട് കവികൾ മലയാളികളെക്കുറിച്ച് വർണ്ണിക്കും. മീൻസ് ദ ലേഡി ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ സ്വാൻസോ. പെൺകുട്ടികളെ വർണ്ണിച്ചിട്ടാണ് എല്ലാ കവികളും മലയാളത്തിൽ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പഴയ ഗാനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു ഗാനമുണ്ട്, നിന്റെ കാർക്കൂന്തൽ കെട്ടിനെന്തിന് വാസന തൈലം, നിന്റെ വാർന്നെറ്റി തടത്തിനെന്തിന് ദശമൂലാരിഷ്ടം. സിന്ദൂര തൈലം എന്നാണ്. അല്ല, എല്ലാം ഒരു ആര്യവൈദ്യശാലയിൽ നിന്നാണല്ലോ വരുന്നത്. സോ എന്തായാലും പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ രക്ഷപ്പെടുത്തിയൊരു പയ്യനാണ് മിസ്റ്റർ അഫ്സൽ. എൻ്റെ ശിഷ്യനായിരുന്നു അഫ്സൽ. ഇപ്പോൾ വലിയ പുതിയ ഗായകനാണ്. ഒരു മീഡിയേഷൻ ഓഫ് ജനറേഷൻ ഓഫ് ദ ഇൻഡി സിറ്റി ഓഫ് ദ ഇന്റർസിറ്റി. യുവാവായ ഒരു ഗായകൻ. അതെ, പറഞ്ഞാലും മനസ്സിലായല്ലോ. അപ്പോൾ അഫ്സൽ ഒരു ഗാനം ആലപിച്ചായിരുന്നു. രാക്ഷസി രാക്ഷസി ഉമ്മതരാം രാക്ഷസി. ഒരു രാക്ഷസിയെ പോലും വെറുതെ വിടാത്ത കേരളം. സോ ഒരു രാക്ഷസിയെ നമ്മൾ പിക്ക് ചെയ്തിട്ട് ഉടുപ്പി ലോഡ്ജ് ആൻഡ് സോൺസോൺ ലോഡ്ജ് കൊണ്ടുപോയിട്ട് പിറ്റേ ദിവസം മനോരമ പത്രത്തിലോ മാതൃഭൂമിയിലോ വന്നു കഴിഞ്ഞാൽ രാക്ഷസിയും ഇവനെയും പോലീസ് പിടിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? ദിസ് ഈസ് ഓഫ് ദ രാക്ഷസി. അത്രയും ജനങ്ങൾ മാറിപ്പോയി. പിന്നെ ശർക്കര പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര. ശർക്കര പന്തലിൽ തേന്മഴ പൊഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഉറുമ്പിൻ്റെ ഒക്കെ ഒരു കാലം നോക്കണേ. ഒന്നാമത് ശർക്കര പന്തൽ, പിന്നെ അവിടെ തേന്മഴ. ദിസ് ഈസ് ഓഫ് ദ സോൻസോ. ശശി ആൽബങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? ആൽബം ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇഷ്ടംമാരെ ആൽബങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വൺ മിസ്റ്റർ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സുഹൃത്താണ്, ഞാൻ രക്ഷപ്പെടുത്തിയതാണ്. ആ പുള്ളി ഒരുപാട് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട്. നിനക്കായി, ആദ്യമായി, അവനായി, അവൾക്കായി, വേസ്റ്റായി, അങ്ങനെ ഒരുപാട് എല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു. എല്ലാമായിരുന്നു. പക്ഷേ ദെൻ ശശി ചെയ്ത ആൽബം ഏതാണ്? ലേറ്റസ്റ്റ് ആൽബം? ലേറ്റസ്റ്റ് അടുത്ത് ചെയ്ത ആൽബം ഏതാണ്? കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ചെയ്തു. ഏതാണ് ആൽബം?
ആൽബം പെങ്ങളുടെ കല്യാണം. പെങ്ങളുടെ കല്യാണത്തിൻ്റെ ആൽബം. ഈ ആൽബം മറിക്കണത് ഒട്ടിച്ചിട്ട് ഉണ്ട്. ഇതല്ല, ഫോട്ടോഗ്രാഫറാണല്ലേ? ഓക്കെ, ശശി കൊട്ടാരക്കര. ഓക്കെ, ശശിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഓക്കെ, അമ്മൂമ്മയുടെ അടിയന്തരം, കൊച്ചിൻ്റെ ഒപ്രശുമ, വൗത്തീസ്, നിക്കാഹ്, പരതാമസം, അങ്ങനെ ഒരുപാട് വർക്കുകൾ ശശിക്ക് വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. സാറിൻ്റെ ആൽബം എനിക്ക് തരുമോ? ഞാൻ അടിയന്തരം ഇല്ല, തരില്ല. ഓക്കെ സാർ, എനിക്കൊരു സംശയമുണ്ട്. സംഗീതത്തെക്കുറിച്ചാണോ? സംഗീതത്തെക്കുറിച്ചല്ല. അല്ല, അതായത് ടി വിയിൽ ഒത്തിരി മ്യൂസിക്കൽ പ്രോഗ്രാം നടക്കുന്നുണ്ടല്ലോ. ഓക്കെ, എല്ലാം നല്ല കളർഫുൾ ലൈറ്റൊക്കെ വെച്ചിട്ട് വളരെ മനോഹരമായിട്ട് അടിപൊളിയായിട്ട് നടക്കുന്നത്. ഇലാസ്റ്റിക്. പക്ഷെ സാറിൻ്റെ പ്രോഗ്രാം മാത്രം ഈ ഇരുട്ടത്തി കള്ളന്മാരെ പോലെ ഒളിച്ചിരുന്ന് ഈ ലൈറ്റൊക്കെ അരണ്ട വെളിച്ചവും ഒരു മങ്ങല്. ഓക്കെ ശശി, അത് ഈ ശശി ചോദിച്ച അതേ ചോദ്യം തന്നെ ഒരുപാട് SMS, PMS അങ്ങനെ ഒരുപാട് പേര് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ വന്ന് ചോദിച്ചു, ഒത്തിരി ആൾക്കാർ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ വന്ന് ചോദിച്ചു എന്തുകൊണ്ടാണ് ഈ ലൈറ്റ് വളരെ അരണ്ട വെളിച്ചത്തിൽ ഈ പ്രോഗ്രാം ചെയ്യുന്നതെന്ന്. സോ ഞാൻ പറഞ്ഞില്ലേ, സംഗീതം എന്ന് പറഞ്ഞാൽ കൂറ്റിരുട്ടാണ്. നേരത്തെ കൊക്കയാണെന്ന് പറഞ്ഞു. പിന്നെ കൊക്കയിൽ കൊണ്ട് ആരെങ്കിലും ഹാലജൻ ബൾബ് കത്തിക്കോ? ദിസ് ഈസ് ഓഫ് ദ കൊക്കാസ് ഓഫ് ദ ഇരിട്ട് ഓഫ് ദ ഡാർക്ക്നെസ്. സോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ശശിക്ക് മനസ്സിലായില്ല അല്ലേ? ക്ലിയർ ചെയ്ത് തരാം. നമ്മൾ റോഡേ പോകുന്നു, വാക്കിംഗ്, നടന്നു പോകുമ്പോൾ ഒരു റോഡ് സൈഡിൽ ഒരു ബോർഡ് കാണുന്നു, BAR, ബീറല്ല, ബാർ. നമ്മളകത്ത് കയറുന്നു, ഒരു പെഗ് ഓർഡർ ചെയ്യുന്നു, ആ പയ്യൻ വരുന്നു, ആ പെഗ് ഒഴിച്ചിട്ട് 2 ഐസ് ഇട്ടിട്ട് ഒഴിച്ച് ആ കഴിക്കുമ്പോഴുണ്ടല്ലോ, അരണ്ട വെളിച്ചത്തിൽ കഴിക്കുമ്പോൾ സുഖമുണ്ടല്ലോ. ദിസ് ഈസ് ഓഫ് ദ സോ സിമ്പിൾ പണി ഓഫ് ദ മെലഡി ഓഫ് ദ ഡ്രാമ. അതാണ് ഈ അരണ്ട വെളിച്ചം. ഓക്കെ, കൊണ്ടുവന്നുണ്ടോ? എന്ത് ഫുള്ള് അല്ല, അച്ചാറ് കരുതിയായിരുന്നു. ഓക്കെ ശശി, ഓൾ ദ ബെസ്റ്റ്. ശശി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഫേവറേറ്റ് സോങ് പാടാലോ? ഫേവറേറ്റ് സോങ്ങോ? ജനങ്ങൾ ആവശ്യപ്പെട്ടനുസരിച്ച്. ആരും ആവശ്യപ്പെട്ടില്ലല്ലോ ഇവിടെ. എൻ്റെ ഓഡിയൻസ് അല്ല, ഈ പ്രോഗ്രാമിൻ്റെ ഓഡിയൻസ്. താല്പര്യമില്ല, ഞാൻ പറഞ്ഞാലേ പാടാൻ പറ്റൂ. ഓക്കെ, ഇനി പാടണമെന്നില്ല. ഓക്കെ, ഇപ്പം പോയി കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകാനുള്ള വണ്ടി കിട്ടും. താങ്ക് യു. സോ ശശി പോയി, കുരുത്തം വേണം. ഞാൻ ചോദിച്ചതാ, തന്നില്ല. ഇതായിട്ട് വരണ്ടേ, അവനറിയാൻ പാടില്ലേ? സോ ഞാൻ പറഞ്ഞു വന്നത് സിമ്പിൾ പണിയുടെ ആ മാറ്ററിലേക്ക് തന്നെ പോകാം. കടലിന്റെ പ്രിയറാണി, പ്യാര പ്യാര കൊച്ചിൻ